ഇന്നയോളം തുണച്ചോണെ. Please be seated. A warm welcome to all to this historic church on this momentous occasion. Today is the first service of the newly consecrated Bishop of the Cochin Diocese, Right Reverend Kurian Peter Thirumeni. Before we start with, I welcome Right Reverend Kurian Peter Thirumeni, Smitha Kochama, Kefa, Thirumeni's parents, Reverend Dr. Malia Joshua Achin, who will chair this felicitation program, and Reverend Varghese Joseph Achin. I also welcome the other distinguished dignitaries on and off the dais, our MLA Sri KJ Maxi, who is expected to join us soon, the Councillor of Fort Kochi, Sri Anthony Kuritra. Sir was here with us a while ago. Sir had presented Achin with the Panada and he has left. YMCA President, Mr. Anthony Gerald, our Secretary, Commander Victor Joseph, for being with us today. I also welcome the church members and all the well-wishers for joining us in this memorable function. May I invite Reverend Dr. Malia Joshua Achin for a word of prayer. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. വിശ്വസ്തനും നീതിമാനും ആയ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കാലാകാലങ്ങളിൽ അവിടുത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവിടുത്തെ മക്കളെ വളരെ സൂക്ഷ്മതയോടും ജാഗ്രതയോടും കൂടെ തിരഞ്ഞെടുത്ത് വഴി നടത്തി നയിക്കുന്ന അങ്ങയുടെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ ഒരു വിശ്വാസ സമൂഹമായി ഞങ്ങളുടെ ആത്മീയ പ്രയാണത്തിൽ ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തിത്വങ്ങളെയും ഓർത്ത് സ്തുതിക്കുന്നു.
ഞങ്ങളെ നയിക്കുന്നതിന് വേണ്ടി ഇടയന്മാരെ അവിടെ നാക്കിയിട്ടുണ്ട്. നന്ദിയോടെ സ്തോത്രം. ശ്രേഷ്ഠ ഇടയനായ ക്രിസ്തുവിനെ പിൻപറ്റിക്കൊണ്ട് തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ നിർവഹിപ്പാൻ ഏർപ്പാട് ചെയ്തിരിക്കുന്ന ഇടയന്മാരെ ഓർത്തങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഇപ്പോൾ കൊച്ചി മഹാ ഇടവക നോർത്ത് കേരള ഡയോസിസിൽ നിന്ന് ബൈഫർക്കേറ്റ് ചെയ്ത് സ്വതന്ത്ര അവസ്ഥ പ്രാപിച്ചതിന് ശേഷം ആദ്യമായി ഈ മഹാ ഇടവകയിൽ നിന്ന് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും വിശുദ്ധീകരിക്കുകയും സമർപ്പിക്കപ്പെടുകയും സ്ഥാനാരോഹണ ശുശ്രൂഷ ഏറ്റവും കൃത്യതയോടും അനുഗ്രഹകരമായും നടത്തപ്പെട്ട് തൻ്റെ ചുമതല ഏറ്റിരിക്കുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ ബിഷപ്പ് കുര്യൻ പീറ്ററിനെ ഓർത്ത സ്തോത്രം. താൻ ജനിച്ചു വളർന്ന കുടുംബാംഗങ്ങൾ, സഹോദരങ്ങൾ, സഹോദര കുടുംബങ്ങൾ ഒക്കെ ഇവിടെ ഉണ്ട്. മാതാപിതാക്കൾ അവരുടെ സമയം വന്നപ്പോൾ ദൈവസന്നിധിയിൽ എടുക്കപ്പെട്ടുവെങ്കിലും അവരിൽ നിന്ന് കിട്ടിയ വളരെ കൃത്യമായ പാഠങ്ങൾ, പരിശീലനങ്ങൾ, ദൈവിക വഴിയിൽ ജാഗ്രതയോടുകൂടെ മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ പഠിപ്പിക്കലുകളെയും ഓർത്ത് നന്ദിയുള്ള സ്തോത്രം. കാല സമ്പൂർണത വന്നപ്പോൾ തൻ്റെ ഈ ലോക ജീവിതത്തിലെ പഠനങ്ങൾക്ക് ശേഷം വൈദിക പഠനത്തിന് വേണ്ടി അവിടുന്ന് തിരഞ്ഞെടുത്തു. വിവിധ മുഖാന്തരങ്ങളിൽ കൂടെ തുടർന്ന് തന്നെ ഏൽപ്പിച്ച എല്ലാ ശുശ്രൂഷകളെയും കൃത്യതയോടുകൂടെ നിർവഹിപ്പാൻ അവിടുന്ന് വഴിയൊരുക്കി കൊടുത്തു. പ്രത്യേകിച്ച് അനേക മാസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം പലതരത്തിലുള്ള കോടതി വ്യവഹാരങ്ങളിൽ കൂടെ കടന്നുപോയി പ്രശ്നസങ്കീർണമായ ഒരു ഘട്ടത്തിൽ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഒരുപക്ഷെങ്കിൽ കോടതി ഇടപെടൽ, കോടതിയുടെ അധികാരികൾ തന്നെ സിനഡിനെ നയിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിനും അപ്പുറമായി എല്ലാ ദുഷ്ടശക്തികളെയും നിഗ്രഹിച്ചുകൊണ്ട് അവിടുന്ന് ഞങ്ങൾക്ക് ദക്ഷിണേന്ത്യ സഭയ്ക്കൊരു നേതൃത്വത്തെ തന്നു. വളരെ വൈകാതെ തന്നെ പല ഡയോസിസുകളിലും ബിഷപ്സുമാരെ തിരഞ്ഞെടുക്കുന്നതിനും അഭിഷേകിക്കുന്നതിനും ഒക്കെയുള്ള അവസരം തന്നു. കൊച്ചി മഹാ ഇടവകയിൽ അഭിഷിക്തനായിരിക്കുന്ന പ്രിയപ്പെട്ട ബിഷപ്പിനെ ഓർത്ത് സ്തോത്രം. ഉള്ളംകൈയിലെ വസ്തുവിനെപ്പോലെ സൂക്ഷിക്കണമേ. ഓരോ നിമിഷവും തൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, തൻ്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ, തൻ്റെ എഴുത്തുകുത്തുകൾ, മറ്റുള്ളവരോടുള്ള ഇടപെടലുകൾ ശുദ്ധീകരിക്കണമേ. ഓരോ നിമിഷവും അങ്ങയുമായിട്ടുള്ള ആലോചന സ്വീകരിച്ചുകൊണ്ട് തൻ്റെ ശുശ്രൂഷയെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ടുള്ള കൃപ ഉന്നതങ്ങളിൽ നിന്ന് ദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കൃപയില്ല എങ്കിൽ സ്വന്തമായിട്ടൊന്നും ചെയ്യുവാൻ സാധ്യമല്ലല്ലോ. കൂടെ ഇരിക്കണമേ. അപ്രകാരം അവിടുന്ന് പരിശീലിപ്പിച്ചിട്ടുണ്ട്, അവിടുന്ന് വഴി നടത്തിയിട്ടുണ്ട്. അത് ഇനിയും തുടരുകയും ഏറ്റവും അനുഗ്രഹകരമായ രീതിയിൽ വഴി നടത്തുകയും വേണമേ. വളരെ അനുഗ്രഹകരമായി അവിടുന്ന് നൽകിയിരിക്കുന്ന കുടുംബത്തിനായി നന്ദിയോടെ സ്തോത്രം. തൻ്റെ ഭാര്യയെ അവിടുന്ന് പലതരത്തിലുള്ള പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയപ്പോൾ കൈവിടാത്തവനായി കൂടെ ഇരുന്നു. കുഞ്ഞുങ്ങളില്ലാതിരുന്ന സമയത്ത് പ്രാർത്ഥനയുടെ ശക്തി, ചികിത്സകൾ, വെല്ലൂരിലെ ചികിത്സകൾ അതിൽ കൂടെ എല്ലാം നടത്തി കുഞ്ഞുങ്ങളെയൊക്കെ നൽകി അവിടുന്ന് അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ട ബിഷപ്പിനോടൊപ്പം കൂടെ നിന്ന് ശുശ്രൂഷകൾക്ക് കൈത്താങ്ങൽ കൊടുക്കുവാൻ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാനമായി കൊടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് സ്തോത്രം. മകൾ വളരെ അകലെയാണ് എങ്കിൽ വരാനായിട്ട് സാധിച്ചിട്ടില്ല എങ്കിലും മനസ്സുകൊണ്ട് ആ കുഞ്ഞും ഇവരോടൊപ്പമുണ്ട്, ഞങ്ങളോടൊപ്പമുണ്ട്. നന്ദിയോടെ സ്തോത്രം. ഇവിടെ ആയിരിക്കുന്ന മകനെ ഓർത്ത് സ്തോത്രം. കർത്താവേ, ഈ പ്രിയപ്പെട്ടവരെ ഓർത്ത് ക്ഷീണിതരെങ്കിലും പ്രാർത്ഥനയോടുകൂടെ കരുതലോടുകൂടെ കാത്തിരിക്കുന്ന പാരൻസ്, കൊച്ചമ്മയുടെ പാരൻസിനെ ഓർത്ത് സ്തോത്രം. അവർക്ക് ആ പ്രാർത്ഥനയിലുള്ള ശക്തി അവിടെ നിന്ന് നൽകിയിട്ടുണ്ട്. നന്ദിയോടെ സ്തോത്രം. അതൊക്കെ ഞങ്ങൾ കണ്ട് കേട്ട് അനുഭവിച്ചവരാണ്. അങ്ങയുടെ സമാധാനം അവരോടും കൂടി ഇരിക്കണമേ. മറ്റെല്ലാ ബന്ധുക്കളെയും
അനുഗ്രഹിക്കണമേ. ഈ ഇടവകയിലെ സഹവിശ്വാസികൾക്കായിട്ട് സ്തോത്രം. പ്രാർത്ഥനയോടെ കാത്തിരുന്നു, അവിടുന്ന് അത്ഭുതം നടത്തിയിരിക്കുന്നു. ഇന്നത്തെ ഈ ചെറിയ കർത്താവേ ശുശ്രൂഷ, ഈ റിസപ്ഷൻ, ഫെലിസിറ്റേഷൻസ് അനുഗ്രഹിച്ചു തരണമേ. സമാധാനത്തെ ഞങ്ങളോട് മുമ്പോട്ട് നയിക്കണമേ. അവിടുത്തെ പുത്രനാകുന്ന യേശു മൂലം യാചിക്കുമ്പോൾ തന്നെ ആമേൻ. Thank you, Achan. Now I invite our church secretary, Commander Victor Joseph, for the opening address. Good afternoon, everyone. Firstly, a warm welcome to all who have come today to witness this spectacular ceremony where history is being created in this historical church. Achan, I thought briefly I will touch upon Achan's background and schooling and the other qualifications and experience, but Reverend Maliha Joshua has already done it for us, for me, because he has already mentioned in the prayer. You covered everything, Achan. So basically there is nothing more to cover. All the same, Achan did his BA Economics from Sacred Arts College, Bachelor of Divinity from Liard Theological College, Jabalpur, which is part of Senate of Serampur University, Calcutta. Master of Theology in Melbourne University, Trinity College, majoring in pastoral care. Achan has got multivariate experience. He's been in many parishes, even small or big, doesn't matter. He's been all over in village parishes. He's been in mega churches like Emmanuel Chapel. So he's got a very wide variant experience. And when we interact with him, we'll see this thing coming out, because I've seen he's very concerned about the poor. The poor people in our congregation or anywhere else, he always has a sympathetic heart. And that comes out without his knowing. It shows his concern. He's got experience in counseling centers, leprosy patient care, aged care in Melbourne, where he was the chairman. Widely traveled in US, Israel, Egypt, and of course Melbourne. And then we are very happy that he came to St. Francis CSI Church. Tirumani, when I first heard, I was that time also the secretary. I asked who's coming to St. Francis Church. I asked our previous Achan. He said Reverend Kurian Peter. So I didn't know much about Reverend Kurian Peter, because while working in the diocese I know almost all the other Achanmar, but Achan Arilla. So I googled, everyone does a Google, and I was surprised to see Achan singing a song coming down his church with a guitar on his hand. Then I knew that he's a music lover and he would make a difference, because as you know, those who love music, they are really intelligent and smart. Many of you may know the great mathematician Einstein, who developed the theory of relativity, E is equal to mc square. He was struggling to get the answer to the solution. Then he began playing the piano. He was a great pianist also. When he played the piano, the music chords triggered the answer, and there you are, E is equal to mc square. Eureka. Achan joined us very coolly, and as a pastorate committee we all supported him, and we went through all the pending cases, issues. So what I liked about Achan was, he says nothing should be waste. First of all, he told me, what is this church? Only tourists are coming. Where are the services? So I told him, this is how it has been. No, we must change that. It is a living church. Many times when we had discussion with the archaeology department, we'll always put forward this argument, this is not a church for tourism. It may be a side effect of that, but basically it is church for worship of the Almighty God.
It's a living church. Therefore, Achan started the fasting prayer on every Friday, and it took off well. Achan continued the distribution of food packets with the support of Women's Fellowship, that Kochama also took an active part. Achan was very concerned about the LP school. It's a dilapidated state, more than 208 years old, oldest school in Kerala. If you have not visited it, you should visit it, because it's the people who come and visit and go which makes the school grow. The children there would be very happy to see you and greet you. All the provisions for the school, in tandem with the MLA and the councillor, Achan could create a lot of facilities. You got computers and bathrooms repaired, serviced, and now recently the breakfast has started in the church, in the school. Already lunch is there. All that is Achan's efforts, which I really appreciate. The amount of landed property which St. Francis Church has in Fort Cochin is something which is amazing. No other church is as rich as Fort Cochin Church. So, Achan wanted the Valley Cemetery to be renovated, and we had interactions with the chairman of the Greets Public School, and he agreed to do it. Of course, his funds are tied up in another project, but it will start soon. The Dutch Cemetery. To maintain the Dutch Cemetery was a Herculean task, primarily due to paucity of funds. So Achan we had started the initiative a little while back, but Achan followed up with GCDA chairman. We had meetings, and they finally agreed. They got the whole place surveyed. We had an aerial survey using drones, and mapping has been done, and it has been included in their budget. Probably in this year's budget it will come through. You will see a beautiful Dutch cemetery coming up. We hope that a Valley Cemetery also comes up. Achan was instrumental in developing the Payan Park area. So we have a nice cottage there which is well furnished. We call it a deluxe cottage. Your friends can come and stay there, or dignitaries. The bungalow, another big achievement is the bungalow is there solely by itself to increase its spread, to get more people to utilize it. We developed the backyard. So we developed the backyard and we inaugurated it. They already inaugurated it, and it is now running well with a lot of functions. Another initiative is we got the members directory digitized. As it is, the existing directory, there are a lot of mistakes. There are a lot of people who left us and gone. So we are in the process of getting it changed. So Gladson took an initiative. We appreciate Mr. Gladson for the work. And we tied up with a specialist IT professional. So we developed our own digital directory called Harmanael. I don't know how many of you have downloaded it. My request to you is, whoever you are, most of you are in the younger bracket, you should be able to download the Harmanael. It will be very useful. Even if elders like me can download it and get into it, then surely you can do. You're all IT professionals. Those are all the good initiatives we have. I will just give a little brief sum up of all the projects which Achan steered. We have the LP school development. We have the Heritage Meadow. We have the vestry, the church vestry, which was lying open, You can't have any meetings, you can't do training. Achan said, no. Achan means now present bishop. So I keep talking about Achan. Tirvini, I hope you forgive. So he made it a point to develop it, enclose it. Now it is being run as a music training center. And a lot of our children are utilizing it. So the list goes on. And I know he had many plans to develop other things. And before I do that, I just briefly tell about his support and
his love and affection for the pastorate. He made it a point to wish everyone on their birthdays. I know sometimes because of the old directory and the database being old, we used to call upon people who are no longer there, but we have updated a lot. Tirumeni, we have updated quite a bit, and very soon we hope we'll have a new directory which we will request Tirumeni to launch. In all the pastorate committee meetings, Tirumeni showed his leadership and foresight. As his name signifies, the rock, Peter, the rock. He stood firm for everything, whether it is a government or a body or any other body. He said, nothing doing. He used to tell me, Victrangal, we will not leave it like that, we will fight. And whenever he fought, I can tell you a little secret. When the opponent used to say something, this can't be done, this can't be done, he'll give us a little smile. And he will put forward it in a very lighter vein. And immediately the issue is resolved. A great quality. And he had a lot of insight on the Bible. Sometimes I used to discuss with him the other issues. A word about Smita Kochama. She is very calm, very cool, and she is a pillar of strength for our Tirumeni. She supports him in many ways, I know. And she was instrumental in driving all the welfare programs of the Women's Fellowship here. She gave a great support. Ever smiling, I never seen her ever lose her temper or anything. Always smiling, calm, supporting Women's Fellowships and going forward. Kepa is a bright student. I know he's shooting up. And he told me that, now I must shoot up a little more. So, Smita's parents are here, and we wish them well. I know Achan Tirumeni has done a lot running around, particularly when they're sick. When a lot of us were sick, Tirumeni used to pray. When I had a little problem, a little heart problem a few months ago, Tirumeni said, Victrangal, jam varno, should I come? Try to go to the hospital in the early morning. I said, Vandacha, we'll manage. But he prayed for me, and I got well. Grateful to him. Our family is grateful to him. Tirumeni was also appointed as the chaplain of the sea to take it forward here. He has attended the meeting of the International Chaplains of Sea at Dubai. And I'm sure when he goes to the Bishop's Palace, he might think of ways to get it revived and reactivated, because there is a lot of potential in it. Finally coming to the end, because I know it is lunchtime, and as the moderator Tirumeni said, you are hungry, I know, but before you get angry, I like that phrase. I will sum it up. Tirumeni, Korean Peter, has got a lot of things to do. And I recall the words of Jawaharlal Nehru, our first Prime Minister, when he said, I have miles to go and miles to go before I sleep, and miles to go before I sleep. The world is very dark and deep, but I have promises to keep. So Tirumeni has got a lot of promises to keep. I know he's got all his plans with him, and you'll see a big sea change in this diocese. He's very straight. He doesn't depart from the right way. And as God's anointed, we all wish him well. We will pray for him. And Tirumeni, please pray for us, and please support this church in all our requirements. Now I request Gladson, John Gladson, to give a Pranada and a bouquet. You give you.
പൊന്നട കൊച്ചമ്മ. Thank you. Our young Achan has got married in this church, and he told me in the morning, "Uncle, I'm going to near my first anniversary." So we wish him all the best in advance. And we have not forgotten little Kepa. There is now a big Kepa. So a small flower for Kepa. Flower. And last but not least, to our dear Reverend Maliga Joshua, who is chairing this meet, a flower which symbolizes our love. Thank you, Uncle. It's now time for felicitations. To begin with, we have YMCA Fort Kochi President, Mr. Anthony Gerald. ബഹുമാനപ്പെട്ട റവറൻ കുര്യൻ പീറ്റർ തിരുമേനി, വേദിയിലും സദസ്സിലുമുള്ള നേതൃത്വ നിലയിലും അൽമായരുമായിട്ടുള്ള സ്നേഹിതരെ, YMCA പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സന്തോഷകരമായ ഈ പ്രഭാതത്തിൽ നിങ്ങളോടുകൂടി സംസാരിക്കാനായിട്ടൊരവസരം തന്നതിന് ആദ്യമായി ഇതിൻ്റെ സംഘാടകർക്ക് നന്ദി അർപ്പിക്കട്ടെ. ഞാനൊരു ഫോർട്ട് കൊച്ചിക്കാരനാണ്. ഞാൻ സാന്റക്രൂസ് സ്കൂളിലാണ് പഠിച്ചത്. വെള്ളിയാഴ്ചകളിൽ 2 മണിക്കൂർ അവധിയുണ്ട്. യുണൈറ്റഡ് ക്ലബ്ബിലെ മതിൽ ചാടിക്കിടന്ന്, അന്ന് അവിടെ ടെന്നീസ് കളിയൊക്കെ ഉണ്ട്. ഇവിടെയുള്ള ആൽമരത്തിൻ്റെ ചുവട്ടിൽ എത്തുന്നു. പിന്നെ ചെറിയ ടെന്നീസ് ബോൾ വെച്ചുള്ള ഫുട്ബോൾ കളിയൊക്കെയാണ്. അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് സെയിൻറ്റ് ഫ്രാൻസിസ് ചർച്ച് എന്നല്ല അറിയപ്പെട്ടിരുന്നത്, ലന്തപ്പള്ളി എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ലന്തപ്പള്ളി എന്നാണ്. ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്, ഡച്ചുകാർ ഹോളണ്ട് എന്നുള്ള പേര് ചുരുങ്ങി ഒലന്തെന്ന് പിന്നീട് ലന്ത ആയി എന്നാണ് ഞാൻ മനസ്സിലാക്കിയാണോ എന്നറിയില്ല. അങ്ങനെയായിരിക്കണം, ലന്തപ്പള്ളി എന്നാണ് അറിയുന്നത്. ഇതിന് ചുറ്റുമായിരുന്നു ഞങ്ങളുടെ സന്തോഷകരമായ സമയം. ഞാൻ സൈക്കിളിലോട്ട് പഠിച്ചതുപോലെ ഇതിൻ്റെ ഈ റോഡിൽ കൂടി ചുറ്റുമായിരുന്നു. അതിനുശേഷം പലപ്പോഴും ഈ പള്ളിയായിട്ട് അടുപ്പം വന്നിട്ടുള്ളത് YMCAയിൽ വർഷങ്ങളിലുള്ള വൊക്കേഷൻ ബൈബിൾ സ്കൂളിൽ ഇവിടെയുള്ള കൂട്ടുകാരുമായിട്ട് ഒത്തുചേരുമ്പോഴാണ്. ഈ പള്ളിയിൽ ഞാൻ സാന്റക്രൂസ് പള്ളിയിലായിരുന്നു. അവിടെ ഒരു കുറേയധികം ആളുകളുണ്ട്. ഇവിടെ വളരെ കുറച്ച് പേരേ ഉള്ളൂ. അവരുമായിട്ട് ഇടപഴകുന്ന ഒരു കാലഘട്ടം VBS, പിന്നെ അതേപോലെ വർഷത്തിലൊരിക്കൽ YMCAയിൽ നടക്കുന്ന എക്യുമെനിക്കൽ കൺവെൻഷൻ, ഇതൊക്കെയാണ്.
പിന്നീട് വളർന്നു വന്നപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു പള്ളി എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൻ്റെ തന്നെ കഴിഞ്ഞ 500-ലേറെ വർഷങ്ങളുടെ ഒരു കളിത്തൊട്ടിലായിരുന്നു. ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭർ ആയിട്ടുള്ളവരാണ് ഈ സ്ഥലം കാംക്ഷിച്ചിവിടെ വന്നിട്ടുള്ളത്, ആഗ്രഹിച്ചിവിടെ വന്നിട്ടുള്ളത്. അതിനെല്ലാം ഒരു മൂകസാക്ഷിയോ അല്ലെങ്കിൽ ഒരു കറക്റ്റീവ് ഫാക്ടറായിട്ടോ നിന്നിട്ടുള്ള ഒരു ചരിത്ര സ്മാരകമാണ് ഈ പള്ളി. അതുകൊണ്ട് തന്നെ ഒരു ഫോർട്ട് കൊച്ചി നിവാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അഭിമാനമാണ് ഈ പള്ളി. അവരുടെ മനസ്സിലുള്ള ഒരു കാര്യമാണ്, അഭിമാനിക്കുന്നതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ ചർച്ച്. അതിലുപരി ഞാൻ വളർന്നു വന്നപ്പോൾ കണ്ടിട്ടുള്ളത്, നമുക്കെല്ലാ സഭകളുമുണ്ട്. ഇവിടെ എല്ലായിടത്തും പലപ്പോഴും മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും നമ്മൾ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ചിലപ്പോഴൊക്കെ ഈ ആഘോഷങ്ങളുടെ സമയത്ത് ആഘോഷ തിമിർപ്പുകളിലേക്ക് പോകാറുണ്ട്. അതിൽ നിന്ന് മാറി പലപ്പോഴും ആത്മീയതയിലൂർന്നി അതോടൊപ്പം ആ ഒരു ഒരുപാടങ്ങട് തിമിർപ്പിലേക്ക് പോകാതെ ഉള്ളിലൊതുക്കിക്കുന്നുണ്ട് വളരെ കൃത്യമായിട്ടും വളരെ എലഗൻ്റായിട്ടും എങ്ങനെ കാര്യങ്ങൾ നടത്താം. പലപ്പോഴും ഞാൻ നോക്കി നിന്ന് കണ്ടിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടുള്ള സർവീസുകൾ, വളരെ ഭംഗിയായിട്ടുള്ള കൊയർ. ശരിക്കൊരു അത്ഭുതമാണ്. ഇത്രയും ചുരുക്കം കുടുംബങ്ങളിൽ നിന്നുകൊണ്ട് ഇത്രയും മനോഹരമായ ഒരു കൊയറുണ്ടാകുക, അതിനൊരു ജൂനിയർ കൊയറുണ്ടാകുക, മറ്റ് പള്ളികൾക്കൊന്നും കിട്ടാത്ത ഒരു വലിയ അസുലഭ ഭാഗ്യമായിട്ടാണ് ഞാനിതിനെ കണ്ടിട്ടുള്ളത്. അങ്ങനെയുള്ള പള്ളിയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനാണ് കുര്യൻ പീറ്റർ അച്ഛൻ. അച്ഛനുമായിട്ടുള്ള അടുപ്പം YMCA ആയിട്ട് കണക്റ്റഡ് ആയിരുന്നു. YMCAയിലുള്ള എന്ത് പരിപാടികൾക്കായാലും ആത്മീയതയിലുള്ളവർന്ന് മാത്രമല്ല ഭൗതികവും കായികവുമായിട്ടുള്ള എന്ത് പരിപാടികൾ വന്നാലും അച്ഛൻ്റെ വളരെ ഊർജ്ജസ്വലമായ സഹകരണവും സപ്പോർട്ടും ഞങ്ങൾക്കിപ്പോഴും ഉണ്ടായിട്ടുണ്ട്. 2 മാസം മുമ്പ് ഒരു പുതിയ ഉദ്യമം എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു പാലിയേറ്റീവ് കെയർ സെൻറ്റർ തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അതിനേറ്റവും ആദ്യമായി ഏറ്റവും വളരെ ഭംഗിയായും വളരെ നന്നായും അതിനെ സപ്പോർട്ട് ചെയ്യുകയും അതിനുവേണ്ടി എന്ത് സഹായവും ചെയ്യാം, അങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കാം എന്നുള്ളൊരു വാഗ്ദാനം അച്ഛൻ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ അവസരത്തിൽ YMCAയുടെ പേരിലും ഒരു ഫോർട്ട് കൊച്ചി നിവാസി എന്ന നിലയിലും വരുന്ന വർഷങ്ങളിൽ ഇടയപരിപാലന ശുശ്രൂഷയുടെ ഉന്നത തലങ്ങളിലേക്ക് ഉയരുന്ന അച്ഛന് അദ്ദേഹത്തിൻ്റെ ഭാവനാപൂർണമായ പ്രവൃത്തികളിലൂടെയും മനുഷ്യരോട് പറ്റുള്ള പെരുമാറ്റത്തിലൂടെയും പ്രവൃത്തികളിലൂടെയും കൂടുതൽ തലങ്ങളിൽ ക്രിസ്തീയ മൂല്യങ്ങൾ, ഇന്നത്തെ പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ക്രിസ്തീയ മൂല്യങ്ങൾ എല്ലാവരിലും പകർന്നു കൊടുക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. അതിനുള്ള എല്ലാ പ്രാർത്ഥനകളും സ്നേഹവും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. We now have the representatives of various fellowships of our church sharing their memories with our beloved Tirumeni. Firstly, I call upon Mr. Nikhil V. James, our former youth secretary. ബഹുമാനപ്പെട്ട തിരുമേനി, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അച്ഛന്മാരെ,
എൻ്റെ പ്രിയപ്പെട്ട സഭാജനങ്ങളെ, പ്രിയ യുവതി യുവാക്കന്മാരെ, ഫോർട്ട് കൊച്ചി സെൻറ്റ് ഫ്രാൻസിസ് CSI പള്ളിയിലെ യൂത്ത് ഫെലോഷിപ്പിന് വേണ്ടി ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് വളരെ സന്തോഷത്തോടും നന്ദിയോടും കൂടെയാണ്. നമ്മുടെ പ്രിയപ്പെട്ട വികാരിയായിരുന്ന റവറൻ കുര്യൻ പീറ്റർ അച്ഛൻ CSI കൊച്ചിൻ ഡയസിസ് ബിഷപ്പായി നിയമിച്ചതിനെ ആഘോഷിക്കാനും ആദരിക്കാനും നമ്മൾ ഒത്തുകൂടുമ്പോൾ ഇന്ന് നമ്മുടെ ഇടവകയുടെ ജീവിതത്തിലെ തന്നെ ചരിത്രപരവും അഭിമാനത്തിൻ്റെയും കൂടിയുള്ള നിമിഷം കൂടിയാണ്. ഇത് നമ്മുടെ സഭയ്ക്കും പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങൾക്ക് ഒരുപാട് പ്രത്യാശ നൽകുന്ന ഒരു ചരിത്ര മുഹൂർത്തം കൂടിയാണ്. തിരുമേനിയുടെ ജീവിതവും ദൈവ ശുശ്രൂഷയും എല്ലായ്പ്പോഴും വിനയത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഉദാഹരണമാണ്. ഒരാളുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി വഴി കാണിച്ചു തരുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമായി മാറുന്നത്. തിരുമേനിയുടെ ശുശ്രൂഷാ ജീവിതം അതിൻ്റെ സാക്ഷ്യമാണ്. കഴിഞ്ഞ 2 വർഷങ്ങളായി അച്ഛൻ ഞങ്ങൾക്കൊരു ആത്മീയ നേതാവായിരുന്നില്ല, അതിലുപരി ഒരു ഉപദേഷ്ടാവായും വഴികാട്ടിയും യഥാർത്ഥ സുഹൃത്തും കൂടിയായിരുന്നു. ഞങ്ങളുടെ യൂത്ത് ഫെലോഷിപ്പ് പ്രവർത്തനങ്ങളിലെ പ്രിയപ്പെട്ട അച്ഛൻ്റെ സാന്നിധ്യം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും ദൈവത്തിൻ്റെ മഹത്വത്തിനും മറ്റുള്ളവരുടെ സേവനത്തിനും വേണ്ടി നമ്മുടെ കഴിവുകളും ഊർജവും ഉപയോഗിക്കാനും എപ്പോഴും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ആരാധനയിലും ആശയവിനിമയത്തിലും കൂട്ടായ്മയിലും സജീവമായ പങ്കുവഹിക്കാൻ അച്ഛൻ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച സമയങ്ങളെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നു: എൻ്റെ മനസ്സിനൊത്ത ഇടയന്മാരെ നൽകും, അവർ നിങ്ങളെ ജ്ഞാനത്തോടും ബുദ്ധിയോടും കൂടെ മേയിക്കും. ദൈവം തന്നെയാണ് നമ്മുടെ തിരുമേനിയെ തിരഞ്ഞെടുക്കുകയും സഭയെ സത്യത്തിലും സ്നേഹത്തിലും സേവനത്തിലും നയിക്കുവാൻ വിളിച്ചിട്ടുള്ളതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ അനുഗ്രഹീത അവസരത്തിൽ കൊച്ചിൻ ഡയസിസിനെ നയിക്കാൻ നമ്മുടെ സ്വന്തം വികാരിയെ തിരഞ്ഞെടുത്തതിന് സർവശക്തനായ ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തയോടെ സേവിക്കുമ്പോൾ ദൈവം നമ്മെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലും കൂടിയാണത്. ഈ അവസരത്തിൽ ശുശ്രൂഷയിൽ ശക്തമായ പിന്തുണയും പങ്കാളിയുമായി നിലകൊണ്ട സ്മിത കൊച്ചമ്മയും ഞങ്ങളുടെ ഇടവക കുടുംബത്തിൻ്റെ ഭാഗമായ അവരുടെ പ്രിയപ്പെട്ട മക്കളായ കൃപയെയും കേഫയെയും സ്നേഹപൂർവ്വം അഭിനന്ദിക്കാൻ ഞങ്ങൾ ഈ നിമിഷം എടുക്കുന്നു. സേവനത്തിൻ്റെ ഈ പുതിയ അധ്യായത്തിൽ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അവരുടെ കുടുംബത്തെ കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവസാനമായി യൂത്ത് ഫെലോഷിപ്പിൻ്റെ പേരിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ബിഷപ്പ് റൈറ്റ് റവറൻ കുര്യൻ പീറ്റർ തിരുമേനിക്ക് ഞങ്ങളുടെ ഹൃദയംഗമായ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. കർത്താവ് തിരുമേനിയെ ജ്ഞാനത്താൽ ശക്തിപ്പെടുത്തുകയും തൻ്റെ ആത്മാവിനെ നയിക്കുകയും വരും ദിവസങ്ങളിൽ അങ്ങയുടെ ശുശ്രൂഷയെ സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളും സമർപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി നൽകട്ടെ. ആമേൻ. Thank you. Representing the Women's Fellowship, we have Mrs. Gurley Joseph. എൻ്റെ ദൗത്യം വിമൻസ് ഫെലോഷിപ്പിനെ പ്രതിനിധീകരിച്ച് അഭിനന്ദനം അറിയിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വിക്ടർ അങ്കിള് എല്ലാം പറഞ്ഞു, എന്നാലും ഞാൻ 2-3 വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. ഏറ്റവും സന്തോഷവും അഭിമാനമുള്ള ഒരു നിമിഷമാണിപ്പോൾ നമ്മൾക്കെല്ലാവർക്കും. പ്രത്യേകിച്ച് 15-ാം തീയതി നടന്ന ആ ശുശ്രൂഷയിൽ രൂപൻ തിരുമേനിയും വന്ന തിരുമേനിമാരെല്ലാവരും കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ ഫോർട്ട് കൊച്ചി സഭയ്ക്ക് ഒരു അഭിമാനമായിരുന്നു തിരുമേനി. കാരണം നമ്മുടെ സഭയിൽ നിന്ന് ഒരച്ഛൻ തിരുമേനിയാകുന്നത്, പ്രത്യേകിച്ച് കൊച്ചിൻ മഹാ ഇടവകയുടെ ഫസ്റ്റ് തിരുമേനി, അത് നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു നിമിഷമായിരുന്നു. കടന്നു വന്നവർക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായിരുന്നു. വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമായിരുന്നു. പ്രത്യേകിച്ച് അവിടെ പലവിധ MLAമാർ, കൗൺസിലർമാർ എല്ലാവരും ആദരിച്ച്, എനിക്ക് തോന്നുന്നു ഒരു വണ്ടി തന്നെ വേണ്ടി വരുമെന്ന് തോന്നുന്നു തിരുമേനിക്ക് അണിയിച്ച പൊന്നാടകൾ കൊണ്ടുപോകാനാണ്. അത്ര
അത്രമാത്രം ആദരിക്കപ്പെട്ടു. അതൊരു വലിയ ശുശ്രൂഷയായിരുന്നു. ദൈവത്തിന് 100,000 നന്ദി പറയുന്നു. നമ്മുടെ സഭയിൽ നിന്നൊരു ഇടയനെ നമുക്ക് തന്നതിന്. തിരുമേനിയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ വളരെ ഭാരപ്പെട്ടതാണ്, പ്രയാസം നിറഞ്ഞതാണ്. പക്ഷേ അതിനെല്ലാം നമ്മളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും വേണം. എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പ്രത്യേകം അപേക്ഷിക്കുകയാണ്. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത്, കറക്റ്റ് ടൈമിൽ പ്രയറുകളും എല്ലാം ഇവിടെ കറക്റ്റ് ടൈമിൽ നടത്തുന്നുണ്ട്. പിന്നെ കൊയർ വരുമ്പോൾ മുമ്പേ അച്ഛൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. പുൽപ്പറ്റ കയറുമ്പോൾ പോലും പാടിക്കൊണ്ടാണ് കയറുന്നത്. ഞങ്ങളുടെ സ്ത്രീജനസഖ്യം എന്ന് പറയാൻ പറ്റത്തില്ല. ഉപവാസ പ്രാർത്ഥനയ്ക്ക് എല്ലാം ലീഡ് ചെയ്യുന്നതും തിരുമേനിയാണ്. ഞങ്ങളെ കുറേ പാട്ടുകളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഗിറ്റാറിസ്റ്റ് കൂടിയാണ്. ഞങ്ങൾക്ക് അതൊക്കെ നഷ്ടമാവുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ചെറിയ വിഷമമുണ്ട്. എല്ലാ കാര്യങ്ങളിലും കൂടെ ഇരുന്ന് നടത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ പല അച്ഛന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പല അച്ഛന്മാരും നമ്മുടെ ആരാധനയ്ക്ക് ശേഷം ഓൾട്ടറിൽ ചെന്ന് അവിടെ ബാക്കിൽ ചെന്ന് സർപ്ലൈസ് സ്റ്റോൾ മാറ്റിയിട്ട് അവിടെ ചായ കുടിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ പല അച്ഛന്മാരെയും, എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, തിരുമേനി അങ്ങനെയല്ല. എപ്പോഴും ബാക്കിൽ ചെന്ന് നിന്ന് എല്ലാവരോടും ഒന്ന് വിഷ് ചെയ്ത് എല്ലാവരോടും ഒന്ന് ചെറിയ കുശലം പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ കാണുന്ന ഒരു നല്ല മുഹൂർത്തങ്ങളായിരുന്നു. നമുക്കതൊക്കെ നഷ്ടപ്പെടുമെന്ന് വിചാരിക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. എന്നാലും തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ദൈവം ശക്തിയും പരിശുദ്ധാത്മാവ് നിറവും ആ കുടുംബത്തിന് നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കൊയറിലൊക്കെയും വരുമ്പോൾ തിരുമേനിയുടെ ശബ്ദമാണ് കേൾക്കുന്നത്. നമ്മൾ പിന്നെ ജനങ്ങൾ പാടുമ്പോൾ നമ്മൾ കൊയർ വരുമ്പോഴും അച്ഛൻ്റെ ശബ്ദമാണ് മുന്നേ നിൽക്കുന്നത്. അതൊക്കെ വലിയൊരു അഭിമാനത്തിൻ്റെ നിമിഷമാണ് ഞങ്ങൾക്ക് ഇനി കുറേ കാലങ്ങളായിട്ട് ഫാസ്റ്റിംഗ് പ്രയർ നിന്ന് നിൽക്കുമായിരുന്നു. പക്ഷേ അച്ഛൻ വന്നു കഴിഞ്ഞാൽ അത് കൊണ്ടുവരികയും അതിനുള്ള ലീഡ് ചെയ്യുകയും ഏകദേശം കഴിവതും 10:30 തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുകയും 12:30 ആകുമ്പോൾ അത് നിർത്തുകയും. കർത്താവെ, അതൊക്കെ ഞങ്ങൾക്കൊരു നല്ല ഒരു അനുഭവങ്ങളായിരുന്നു. അതൊക്കെ അത് എന്താണ്, എനിക്ക് കൂടുതലായിട്ട് പറയുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാലും ഞാൻ ചുരുക്കവാക്കിൽ പറയട്ടെ, നമ്മുടെ സഭയ്ക്ക് ഒരു വലിയ അഭിമാനമാണ്. ഫോർട്ട് കൊച്ചി സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിന് വലിയൊരു അഭിമാനമാണ് നമ്മുടെ സഭയിൽ നിന്ന് ഒരച്ഛൻ, ഇപ്പോൾ ഇരിക്കുന്ന അച്ഛൻ തിരുമേനിയായത്. ഈ ശുശ്രൂഷകളൊക്കെയും നമുക്ക് കാണുവാനൊരു ഭാഗ്യവും തന്നല്ലോ. ഇനി നമുക്കിങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന് നമുക്കറിയത്തില്ല. ഇനിയൊരു തിരുമേനി നമ്മുടെ സഭയിൽ വരുമോ ഉണ്ടാവുമോയെന്നും അറിയത്തില്ല. എന്തായാലും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ആയുസ്സും ആരോഗ്യവും കൊടുത്ത് ദൈവം വഴി നടത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കൊച്ചമ്മയെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ലീഡ് ചെയ്യാനായിട്ട് അച്ഛൻ ചില ചുരുക്ക ദിവസങ്ങളിലേ ഉള്ളൂ ഫാസ്റ്റിംഗ് പ്രയറിന് വരാത്തത്. പക്ഷെ കൊച്ചമ്മയാണ് എല്ലാം ലീഡ് ചെയ്യുന്നത്, പ്രസംഗിക്കുന്നതും എല്ലാ കാര്യങ്ങൾക്കും. കൊയറിൻ്റെ പ്രാക്ടീസിനും ഞങ്ങളുടെ വിമൻസിൻ്റെ കൊയറിൻ്റെ പ്രാക്ടീസിനും എല്ലാം കൊച്ചമ്മ നല്ല സപ്പോർട്ടായിരുന്നു. ഇന്നും എനിക്ക് കൊച്ചമ്മയുടെ ഒരു മെസ്സേജ് ഓർമ്മയുണ്ട്. പ്രാർത്ഥിക്കുന്നിടത്ത് സ്നേഹമുണ്ട്, സ്നേഹമുള്ളിടത്ത് പ്രാർത്ഥനയുമുണ്ട്. അത് എൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ ഒരു ചോദ്യചിഹ്നമായിരുന്നു അത്. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് എന്താ പറയേണ്ടതെന്ന് തന്നെ അറിയത്തില്ല. അത്രയൊരു അഭിമാനം നിറഞ്ഞൊരു നിമിഷമാണ് ഞങ്ങൾക്ക് പിന്നെ പറയാനുള്ളത്. ഇനിയും തുടർന്നും ഞങ്ങളുടെ എല്ലാ ആവശ്യകാര്യങ്ങളിലും ഞങ്ങൾക്ക് കൂടെ സപ്പോർട്ടുണ്ടാകണം. തിരുമേനിയുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ സഭയിലേക്കുള്ള സപ്പോർട്ടുകൾ പ്രത്യേകിച്ച് ക്ഷണിക്കുന്നു. പിന്നെ എനിക്കൊരു വാക്ക് പറയാനുള്ളത്, കൊച്ചമ്മയുടെ അപ്പച്ചന് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പച്ചൻ പുണ്യവേലിയിൽ നിന്ന് ഇവിടെ വരുമ്പോഴൊക്കെയും നമ്മളുടെ ഫാസ്റ്റിംഗ് പ്രയറിനെ ലീഡ് ചെയ്യുകയും അപ്പച്ചൻ്റെ സാക്ഷ്യങ്ങൾ വളരെ വലുതാണ്. അതൊക്കെയും കാരണം അപ്പച്ചൻ 179 പ്രാവശ്യമാണ് ബൈബിൾ വായിച്ചേക്കുന്നത്. അതൊക്കെ നമുക്ക് 9 പ്രാവശ്യമെങ്കിലും വായിക്കാൻ പറ്റുമോ, 1 പ്രാവശ്യമെങ്കിലും വായിക്കാൻ പറ്റുമോ? അങ്ങനെ ശാന്തമായിട്ട് സൈലൻ്റായിട്ടിരിക്കുന്ന ഒരു അപ്പച്ചൻ
അപ്പച്ചനാണ്. സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നു. പുന്നവേലി സഭയ്ക്കൊരു അഭിമാനമായിരുന്നു. അപ്പച്ചൻ്റെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് അമ്മച്ചിയോട് കൂടെ, അമ്മച്ചിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അപ്പച്ചൻ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് ഇത്രത്തോളം അവരെ കുടുംബമായിട്ട് ഇങ്ങനെ ഒരു മകളെ അവൾക്ക് കൊടുത്തല്ലോ, അവർക്ക് ദാനമായിട്ട് കൊടുത്തു. തിരുമേനിക്കൊപ്പം പ്രവർത്തിപ്പിക്കാൻ കൊച്ചമ്മയ്ക്കും ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ. അവർ കുടുംബമായിട്ട് അവിടെ പ്രവർത്തന മേഖലകളിൽ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം. തുടർന്നും ഞങ്ങളും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിമൻസിൻ്റെ പേരിൽ എല്ലാവിധ ആശംസകളും ആ കുടുംബത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് കേഫാമോനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കുഞ്ഞെപ്പോഴും ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുമ്പോൾ ഞാൻ അവനെ ശ്രദ്ധിക്കാറുണ്ട്. എപ്പോഴും നമ്മുടെ എല്ലാ ആരാധനയിലും പാട്ട് അവൻ പാടുന്നത് അത് അവൻ്റെ ഡാഡിയുടെ കഴിവായിരിക്കും. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. കുടുംബമായിട്ട് ദൈവം വഴി നടത്തട്ടെ. സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് വിമൻസ് ഫെലോഷിപ്പിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും ആത്മാർത്ഥമായിട്ട് അറിയിക്കുന്നു. Thank you, Girly Auntie, for the heartfelt words. Now, on behalf of the church choir, I invite our choir master, Mr. Aipu Varghese. എത്രയും പ്രിയപ്പെട്ട തിരുമേനി കുര്യൻ പീറ്റർ തിരുമേനി, കൊച്ചമ്മ, വേദിയിലിരിക്കുന്ന അച്ഛന്മാർ, കമ്മിറ്റി മെമ്പേഴ്സ്, കൊയറിനെ റെപ്രസെൻ്റ് ചെയ്ത് ഇവിടെ നിൽക്കുന്നത് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ്. ഇന്ന് രാവിലെ തിരുമേനി പ്രസംഗിച്ചപ്പോൾ അത് കറക്റ്റ് ചെയ്ത് വരാൻ ഇത്തിരി സമയമെടുക്കും, സാരമില്ല. ഓക്കെ, തിരുമേനി പ്രസംഗിച്ചപ്പോൾ തിരുമേനിയുടെ ഫാദറിൻലോ ഒരു കാര്യം പറഞ്ഞത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇത് വെളിപ്പെടുത്തി കൊടുത്തു. ഓഗസ്റ്റ് 15 CSI കൊച്ചിൻ ഡയസസിൻ്റെ ബിഷപ്പായിട്ട് അഭിഷേകം ചെയ്യപ്പെടും എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുന്നമേ വെളിപ്പെടുത്തി കൊടുത്തു. വചനം പറയുന്നുണ്ട്, തൻ്റെ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കാതെ കർത്താവ് ഒന്നും ചെയ്യത്തില്ല. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഒരു വാക്യം, ഞാൻ കൊയറിനെ റെപ്രസെൻ്റ് ചെയ്താണ് സംസാരിക്കുന്നത്. ഒരു വാക്യം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 52-ാമത്തെ വാക്യമാണ്. അവിടെ ഇപ്രകാരം എഴുതി വച്ചിട്ടുണ്ട്, യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. അപ്പോൾ ഇത് യാദൃശ്യമായി സംഭവിച്ച ഒരു കാര്യമല്ല. ഇത് രാവിലെ പറഞ്ഞതുപോലെ ഇത് ദൈവത്താൽ സംഭവിച്ച, നമ്മുടെ ദൃഷ്ടിയിൽ ഒരുപക്ഷെ ആശ്ചര്യമായിരിക്കാം, ഇത് പക്ഷേ തീർച്ചയായിട്ടും ദൈവത്താൽ സംഭവിച്ചതാണ്. അതിനോടുള്ള ബന്ധപ്പെടുത്തി കൊയറിനോടും ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അച്ഛനെ ഞാൻ അറിയുന്നത് ഇപ്പോഴല്ല, മുമ്പ് കുര്യൻ പീറ്റർ അച്ഛൻ്റെ മുമ്പിലത്തെ അവസ്ഥയിൽ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ അറിയുന്നത് സൺഡേ സ്കൂളിൽ വെച്ചാണ്. സൺഡേ സ്കൂളിൽ ഒരു കോമ്പറ്റീഷനുണ്ട്. എറണാകുളം
നമ്മുടെ ഫോർട്ട് ഒക്കെയാണ് മെയിനായിട്ട് ആ കോമ്പറ്റീഷനിൽ മെയിൻ മത്സരം ഞങ്ങൾ തമ്മിലാണ്, എറണാകുളവും ഫോർട്ട് കൊച്ചിയും തമ്മിലാണ്. അപ്പം അന്നത്തെ ചെറുപ്പക്കാരനായ അല്ലെങ്കിൽ യുവാവായ അന്നത്തെ അച്ഛനെ ഞാൻ പരിചയപ്പെടുന്നത് ഒരു പക്ഷേ ബാല്യത്തിലാണ് അച്ഛനെ പരിചയപ്പെടുന്നത് അന്നാണ്. ഒരു കോമ്പറ്റീഷന് പോയപ്പോൾ അച്ഛൻ ഗിറ്റാറിൽ ഒരു പാട്ട് വായിച്ചു. അന്ന് എനിക്ക് ഓർഗനൊന്നും അറിയത്തില്ല, എനിക്കറിയാവുന്നത് ഗിറ്റാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പാട്ട് വായിച്ചപ്പോൾ അത് എനിക്ക് വളരെയധികം ആ പാട്ടിനോട് താല്പര്യം തോന്നി. അപ്പോൾ ഞാൻ അടുത്ത് ചെന്ന് അച്ഛൻ പിടിക്കുന്ന കോഡ് ഒന്ന് ശ്രദ്ധിച്ചു. അച്ഛൻ പിടിച്ചത് ഡി കോഡാണ്. പാട്ട് കാൽവറി ക്രൂശിൽ യാഗം അല്ലേ, കാൽവരി ക്രൂശിന് ആ കറക്റ്റ് ഞാനപ്പോൾ അത് ശ്രദ്ധിക്കുക മാത്രമല്ല, ഞാൻ വീട്ടിൽ ചെന്ന ഉടനെ ഗിറ്റാർ എടുത്തിട്ട് ആ ഡി കോഡൊന്ന് പിടിച്ചു നോക്കിയപ്പോൾ കറക്റ്റ് അങ്ങോട്ട് വീഴുന്നുണ്ട്. കാൽവറി ക്രൂശ് കറക്റ്റ് അതിനകത്ത് ഡി കോഡ് വീഴുന്നുണ്ട്. ഞാനത് അവിടെ അന്നത്തെ ദിവസം തന്നെ ഗിറ്റാറിൽ അത് പ്ലേ ചെയ്ത് അപ്രകാരം തന്നെ പ്ലേ ചെയ്ത് ഇന്നും വല്ലപ്പോഴുമൊക്കെ ഗിറ്റാർ എൻ്റെ കയ്യിൽ കിട്ടിയാൽ ആദ്യം കൊട്ടണ പാട്ടതാ. അങ്ങനെ മ്യൂസിക്കിൽ താല്പര്യമുള്ള ഒരച്ഛൻ, സൺഡേ സ്കൂളിൽ പഠിച്ചു വളർന്ന ഒരച്ഛൻ. ഞാൻ പറഞ്ഞ വാക്യം ഓർത്തോണം കേട്ടോ, ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 52-ാമത്തെ വാക്യം. അപ്രകാരം വളർന്ന അച്ഛൻ പിന്നെ യൂത്തിൽ, യുവജന സഖ്യത്തിൽ പിന്നെ കണ്ടു. പിന്നെ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അച്ഛനെ കണ്ടിട്ടില്ല. പിന്നെ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം അച്ഛനെ കാണുന്നത് കുപ്പായിട്ട് ഒരച്ഛനായിട്ടാണ് കാണുന്നത്. ഹല്ലേലൂയ. അന്ന് ഞങ്ങൾ തമ്മിൽ കണ്ടു, പലപ്പോഴും കാണാറുണ്ട്. എപ്പോൾ എറണാകുളം പള്ളിയിൽ വെച്ചിട്ടൊക്കെ ആണെങ്കിലും കാണും, പക്ഷേ ചിരിക്കാറില്ല കേട്ടോ. ഒരുപക്ഷെ എൻ്റെ തലക്കനം കൊണ്ടായിരിക്കാം, അച്ഛനങ്ങനെ ഇല്ലാന്ന് തോന്നുന്നു. കാരണം എന്നെക്കുറിച്ച് പലരും ഇത്തിരി അന്നത്തെ കാലത്ത് തലക്കുനം കൂടുതലാണ്. അധിക പ്രസംഗി എന്ന് പറയുന്ന ആൾക്കാർ വരെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പം ഞങ്ങളന്ന് അങ്ങനെ ഒന്നും ചിരിക്കുകയോ പരിചയപ്പെടുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അച്ഛൻ ഒന്ന് ഓർത്തു നോക്കുക, അച്ഛൻ്റെ ഒരു വളർച്ച ഇത് യാദൃശ്യമല്ല, ഇത് ദൈവത്താൽ സംഭവിച്ച കാര്യങ്ങളാണ്. അതിനുശേഷം അച്ഛനായിട്ട് തന്നെ വളർന്നു. സഭയിൽ പല സഭകളിലും വലിയ വലിയ ദൈവിക ശുശ്രൂഷകളിലും എല്ലാം ദൈവം എടുത്ത് പ്രയോജനപ്പെടുത്തി. ഇന്ന് നമ്മുടെ ഫോർട്ട് കൊച്ചി സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിൽ വികാരിയായിട്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ അല്ലേ, പെട്ടെന്നായിരുന്നു അല്ലേ. ഒരു ദിവസം അല്ലേ 14-ാം തീയതി വൈകിട്ട് ഒരു മെസ്സേജ് വാട്സാപ്പിൽ വന്നു, ബിഷപ്പായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ സൗകര്യപൂർവ്വം ഇനി അടുത്ത് തന്നെ ഒരു 2-3 ആഴ്ചക്കുള്ളിൽ ബിഷപ്പാവുക. പക്ഷേ രാത്രി ആയപ്പോൾ അടുത്ത മെസ്സേജും കണ്ടു. പിറ്റേ ദിവസം ഓഗസ്റ്റ് 15-ന് ഓർഡിനേഷനാണ്. പക്ഷെ എനിക്കന്ന് വരാൻ സാധിച്ചില്ല. എൻ്റെ ജോലിയുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് വേറെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് വരാൻ സാധിച്ചില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നതുപോലെ അച്ഛനും അപ്രകാരം തിരുമേനിയാകുന്നത് വരെ അപ്രകാരം ഒരു വളർച്ചയിലാണ് വന്നത്. തീർച്ചയായിട്ടും ഇത് ദൈവത്താൽ സംഭവിച്ചതാണ്. നമ്മുടെ ദൃഷ്ടിയിൽ ഒരു പക്ഷേ ആശ്ചര്യമായിരിക്കാം. കൊച്ചമ്മയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, കൊച്ചമ്മ ഞങ്ങളുടെ കൊയറിൻ്റെ ഒരു ആക്റ്റീവ് മെമ്പറാണ്. എല്ലാ ഞായറാഴ്ച ബാക്കിയുള്ള പലരും മുടങ്ങാറുണ്ടെങ്കിലും മുടങ്ങാതെ വരുന്ന ഒരു മെമ്പറാണ് കൊച്ചമ്മ. കാരണം അച്ഛനും കൊച്ചമ്മയ്ക്കും മുടങ്ങാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ. ഓക്കെ, മുടങ്ങാതെ വരുന്ന ഒരു മെമ്പറാണ് കൊച്ചമ്മ. അതുകൂടെ അച്ഛനും കൊയറിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യായിരുന്നു. പാട്ടുകളൊക്കെ ഏത് പാട്ട് പാടിയാലും ആത്മാർത്ഥതയോടെ അതിനെക്കുറിച്ച് കമൻറ്റ് പറയുന്ന ഒരു വ്യക്തിയാണ് അച്ഛൻ. മോശമാണെങ്കിൽ മോശമെന്ന് പറയും കേട്ടോ. ചിലരൊക്കെ പാട്ടൊക്കെ പാടി നമ്മൾ എത്ര മോശമായിട്ട് പാടിയാലും ചിലർ വന്നിട്ട് വളരെ ബെസ്റ്റായിരുന്നു എന്ന് പറയും. അങ്ങനെയൊന്നുമല്ല, അച്ഛൻ തുറന്ന് പറയും ഇന്ന കാര്യങ്ങളിലൊക്കെ ചിലടത്ത് ഇങ്ങനെ ഇതൊക്കെയുണ്ട്, അങ്ങനെ അഭിപ്രായങ്ങളൊക്കെ പറയും. കൊയറിനെ നന്നാക്കി കൊണ്ടുവരണം, നല്ല രീതിയിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹമുള്ള ആയിരുന്നു തിരുമേനി. ഇനി ഇപ്പോൾ ഇത് ഉത്തരവാദിത്വം അടുത്ത തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെയൊക്കെ സഭയിൽ ഒരു കൊയറിൻ്റെ കാര്യം നോക്കിയാമായിരുന്നു. ഇപ്പോൾ
വളർന്നപ്പോൾ അല്ലെ അടുത്ത തലത്തിലേക്ക് കയറിയപ്പോൾ ഒത്തിരി കൊയറിനെ കാണുവാനും കേൾക്കുവാനും അഭിപ്രായം പറയാനൊക്കെ സാധിക്കും. കൊച്ചമ്മയും അച്ഛനെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ കേഫായോട് ഞാൻ പറയാന്ന്, അച്ഛൻ്റെ ഈ വളർച്ച കേഫയെ നോക്കിക്കണ്ട് അടുത്ത ഒരു ഭാവി കാലത്ത് ഇതേപോലെ തന്നെ അല്ലേ അങ്ങനെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഹൃദയത്തിൽ. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇപ്പോൾ ഉള്ള ഈയൊരു ചുമതല വളരെ വലുതാണ്. ഇനി ഞങ്ങൾ കൊയറായിട്ട് പ്രാർത്ഥിക്കുന്നത്, കൊയർ മെമ്പേഴ്സായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. കർത്താവിൻ്റെ വരവിന് വേണ്ടിയിട്ട് മണവാട്ടി സഭയായ ഈ സഭയെ ഒരുക്കുവാനുള്ള ഒരു വിലയേറിയ ദൗത്യം ഇന്ന് തിരുമേനിയുടെ കയ്യിലുണ്ട്. അങ്ങനെ ആ ഒരു ദൗത്യം അതിൻ്റെ എല്ലാ സഭകളിലും എല്ലാ സഭയിലുള്ള എല്ലാവരിലും എല്ലാ മക്കളെയും അതിനുവേണ്ടി ഒരുക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുമേനിയും കൊച്ചമ്മയും കുടുംബത്തെയും എല്ലാം ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു പുതിയതായിട്ടുള്ള ഈ ദൗത്യത്തിൽ എല്ലാ കൊയറിൻ്റെതായിട്ടുള്ള എല്ലാ ആശംസകളും നേരുന്നു. കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. Thank you, Uncle. I now invite the Diocese Council member, Mrs. Lisa David. Greetings in the name of our Lord and Savior Jesus Christ. Respected Bishop of the CSI Cochin Diocese, Right Reverend Kurian Peter Achan, Smitha Kochama, Reverend Malia Joshua, Reverend Varghese Joseph, respected dignitaries present here, and all brothers and sisters in Christ. It is with immense joy and gratitude that I stand before you today to celebrate this joyous occasion. We, as Cochin Diocese, rejoice in the gracious work of God, who has called our beloved Vicar to serve as the Bishop of the CSI Cochin Diocese. As a Vicar, he has always been a true shepherd, guiding with wisdom and leading with faith. His ministry has touched the lives of many, and his example has inspired us to walk more closely with God. Now, as he is entrusted with this great responsibility, we see the hand of God shaping him for a wider mission. We firmly believe that under his spiritual leadership, the diocese will be strengthened in faith and enriched in fellowship. On behalf of the Diocese Council members of this church, Mr. Umman Varghese, Mr. Vineet Herbert Mohan, and myself, I extend a heartfelt congratulations and prayers to Tirumeni and Kochama. May the Lord bless you and Kochama abundantly. Once again, congratulations, and may God's grace continue to guide in the days ahead. Thank you. Thank you, Auntie. Representing the Sunday School, we have our Sunday School headmistress, Mrs. Preeti Robert.
On behalf of Sunday School, I stand here with a heart full of joy and gratitude. We have witnessed our beloved Achan elevated to the high calling of bishop. As a shepherd, you have guided us with patience and wisdom. I would like to recall a few things happened during Tirumeni's tenure. Earlier, Sunday School used to be in St. Francis School, and the timing was such that the students were unable to attend the church service. We also had other difficulties in conducting the Sunday School there in St. Francis School. This was the first thing we brought to the notice of Tirumeni immediately after he joined here, and he was so empathetic that within a week this was resolved, and Tirumeni took a decision to conduct Sunday School between the English and Malayalam service in church itself. This helped children to attend either the English or Malayalam service. Despite being busy schedule, Tirumeni used to find time to check even small things of Sunday School, like the arrangements before exam, retreats, Sunday School day, etc. Our Sunday School was always given importance. Every month, one or the other activities of Sunday School used to find place in our monthly newsletter. It was a great motivation to our students and teachers. I thank Smita Kuchamma for all the support and care. We were very happy to have Kefa in our Sunday School, a very simple and humble student. I take this opportunity to wish Kripa and Kefa all the very best. Thank you, Tirumeni, once again. May the Lord strengthen and guide us all. Thank you. Thank you. On behalf of the English choir, I request the choir master, Mr. Uman George, to share a few words. I welcome our MLA, Sri KJ Maxi. Respected Tirumeni, Right Reverend Kurian Peter, respected Smita Kuchamma, respected Chairperson of this meeting, Reverend Dr. Maliha Joshua, our respected MLA, Mr. KJ Maxi, Reverend Varghese Joseph Achan, Church Secretary, Commander Victor Joseph, and dear congregation. Today, we are all gathered here to share in the great joy and to felicitate the newly consecrated Tirumeni, our dear Kurian Peter Achan, as the new Bishop of the Cochin Diocese. It was all too soon and very fast for us, and I'm finding it hard to suddenly switch from Kurian Peter Achan to Tirumeni. Dear Tirumeni, we truly see you as God's chosen servant, called to a higher responsibility to lead, guide, and bless many. Yet, along with this joy, there is also a touch of sadness in our hearts, for we will deeply miss your presence and ministry in this parish. Speaking personally, in my music ministry as the organist of this church, which began way back in 1978, this is the first time I've ever experienced a presbyter, a vicar, who's both a gifted musician and a melodious tenor voice, leading the worship. It was truly heavenly when the choir and the congregation, under your lead, joined together in such harmony
to enrich the church service. These moments of worship will remain unforgettable to me and in the lives of the choir members. As the organist of the English service choir, I've been especially blessed during your tenure. I've truly enjoyed the tuneful liturgy you led and your beautiful singing, especially the second litany during worship, which enriched the service and lifted our hearts in praise. Under your leadership, I believe the English choir grew in strength and spirit, and for that we remain deeply grateful. We will surely miss the beauty of your music-filled ministry here, but we rejoice knowing that God is now placing you in a wider vineyard to bless many more. May the Lord continue to anoint you with wisdom, grace, and strength as you take up the mantle of bishop. We are confident that the same grace and musical richness we experienced here will now bless the wider diocese. Beyond music and worship, we also witnessed Tirumeni's remarkable administrative skills. Your diplomatic dealing with the Archaeological Survey of India regarding our historic church was a true blessing to us. Through your wisdom and steady leadership, you ensured that the freedom of our church members to worship in truth and spirit was safeguarded, something for which we remain deeply grateful. The door on my left for the vestry is only because of the hard work of our dear Tirumeni. Thank you so much. We also extend our heartfelt prayers and warm wishes to respected Smita Kochama, who is now elevated to the First Lady of the Cochin Diocese. We will be missing you and your gifted voice in the English service choir. Kochame, we enjoyed our practice sessions with you after the English service, and thanks for encouraging the members of the English service choir. We will miss your graceful presence and the laughter we have shared. We pray that the Almighty God blesses you abundantly in the days ahead as you stand beside Tirumeni in this new calling. Also, we will be missing the presence of dear Kefa in our English service choir, and also wishing Kriba all the very best. So on behalf of the English service choir, dear Kurian Peter Tirumeni, may God's hand guide you always, and may your ministry be a melody of blessing to each and every family of the Cochin Diocese. Thank you. Thank you, Uncle. We are indeed honored to have our MLA, Shri K.J. Maxi, who has joined us for this blessed occasion. I request Sir to share a few words. കഴിഞ്ഞ ഓഗസ്റ്റ് 15-ാം തീയതി ആണ് സന്തോഷകരമായ ഈ വാർത്ത ഞാൻ കേൾക്കുന്നത്. അന്ന് വൈകുന്നേരമാണ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട തിരുമേനിയായി CSI കൊച്ചി മഹാസഭയുടെ തിരുമേനിയായി തിരഞ്ഞെടുക്കപ്പെട്ട റൈറ്റ് റവറൻ കുര്യൻ പീറ്റർ തിരുമേനിയെ
ആ സ്ഥാനത്തേക്ക് എത്തി അറിയാൻ കഴിഞ്ഞത്. വളരെ സന്തോഷം തോന്നി. ഇവിടെ തിരുമേനി നമ്മുടെ ഈ പള്ളിയിൽ വന്നതിന് ശേഷം പലപ്പോഴും ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ നമ്മുടെ സ്റ്റീഫൻ റോബർട്ട് ബാബോയ്സൊക്കെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് തിരുമേനെ വന്ന് കാണുകയും അന്ന് നമ്മുടെ ഈ പള്ളിയുടെ മുമ്പിൽ ഒരു ലൈറ്റ് സ്ഥാപിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം വരികയും അന്ന് അതിൻ്റെ ഒരു ഇനാഗുറേഷൻ ചടങ്ങിന് തിരുമേനെ കൊണ്ടാണ് അത് ചെയ്യിക്കാൻ കഴിഞ്ഞത്. അതുമാത്രമല്ല, നമ്മുടെ ഫോർട്ട് കൊച്ചിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധിയായിട്ടുള്ള വികസന കാര്യങ്ങൾക്കും മറ്റുമെല്ലാം അപ്പം എന്നെ വിളിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും അങ്ങനെ അദ്ദേഹം സഭാകാര്യങ്ങൾ ഏറ്റവും കൃത്യമായി ചെയ്യുന്നതോടൊപ്പം തന്നെയാണ് സാമൂഹ്യ കാര്യങ്ങളിലും നാടിൻ്റെ വികസന കാര്യങ്ങളിലും ഒക്കെ അതീതമായിട്ടുള്ള ഒരു വലിയ പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിൻ്റേത്, എന്നൊക്കറിയാം. അങ്ങനെ പോകുന്ന വലിയൊരു വ്യക്തിത്വത്തിനാണ് ഇങ്ങനെ ഒരു വലിയൊരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത്. ഈ അംഗീകാരം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷമായി. 15-ാം തീയതിയാണ് ഞാനത് അറിയുന്നത്, വൈകുന്നേരത്തോടെയാണ് അറിയുന്നത്. അപ്പോഴാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ വളരെ കേട്ടപ്പോൾ വളരെ സന്തോഷം കൊണ്ടൊന്നും ഞാൻ സ്തംഭനായിപ്പോയി. കാരണം നമ്മളോട് ഏറ്റവും അടുപ്പവും നന്നായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വലിയ ഒരു വ്യക്തിത്വമായിരുന്നു നമ്മുടെ കുര്യൻ പീറ്റർ തിരുമേനി. ഇങ്ങനെ ഒരു വലിയ ഇതിലേക്ക് സഭ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ വലിയ സന്തോഷം അനുഭവിച്ച ആളാണ് ഞാൻ. അങ്ങനെയാണ് ഞാൻ പിറ്റേ ദിവസം പത്രം തുറക്കുമ്പോഴാണ് എറണാകുളം CSI പള്ളിയിൽ കൊടുത്ത സ്വീകരണവും മേയറും MP MLA കൂടെ പങ്കെടുത്ത് കാണാൻ കഴിഞ്ഞത്. അന്ന് തന്നെ എന്നെ ഇവിടുന്ന് വിളിച്ചു. ഇങ്ങനെ ഞായറാഴ്ച ഇതിങ്ങനെ കൊടുക്കുന്നുണ്ട് തിരുമേനിക്ക്. വളരെ സന്തോഷത്തോടെ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും എത്തും. ഈ പെട്ടെന്നുള്ള പ്രോഗ്രാം ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ചിങ്ങം ഒന്നായതുകൊണ്ട് നിരവധി പരിപാടികൾ ഇന്ന് രാവിലെയുണ്ട്, കർഷക ദിനമായതുകൊണ്ട്. ഞാൻ എങ്ങനെ എഴുതാനും ഞാൻ ആ സമയം കണ്ടെത്തി ഇവിടെ എത്തും എന്ന് പറഞ്ഞിരുന്നു. വളരെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് ബാബോയ്സൊക്കെ വിളിച്ചപ്പോഴും ഇവിടുത്തെ നമ്മുടെ പള്ളിയുടെ അധികാരിയായിട്ടുള്ള നമ്മുടെ കമാൻഡർ വിളിച്ചപ്പോഴൊക്കെ ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും എത്തും. വലിയ സന്തോഷമുണ്ട്. തിരുമേനിയുടെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ സഭയ്ക്കും സമൂഹത്തിനും ഏറെ ഗുണകരമായി നന്നായി ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. Thank you, sir. Next, I invite Mr. Babu Isaac John, a church office in charge. അഭിവന്ദ്യ റൈറ്റ് റെവറൻഡ് കുര്യൻ പീറ്റർ തിരുമേനി, നമ്മുടെ അധ്യക്ഷൻ മൽഹ അച്ഛൻ, നമ്മുടെ ഈ ചടങ്ങിനെ ധന്യമാക്കിയ കൊച്ചിയുടെ ജനകീയ MLA ശ്രീ KJ മാക്സി, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള വിശ്വാസികളെ, ഒട്ടും സമയം കളയണില്ല. നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. എങ്കിലും അച്ഛനുമായിട്ടുള്ള അല്ലെങ്കിൽ തിരുമേനിയായിട്ടുള്ള 1-2 അനുഭവങ്ങൾ പറയണം എന്ന് ആഗ്രഹം കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത്. തിരുമേനി കഴിഞ്ഞ 2 വർഷമായി, 2 വർഷവും 2 മാസവുമായി മെയ് മുതൽ നമ്മുടെ പള്ളിയിലുണ്ടെങ്കിലും എൻ്റെ കുട്ടിയുടെ 1ാമത്തെ ബർത്ത്ഡേ അതങ്ങനെ ആഘോഷമായിട്ടൊന്നും നടത്തിയില്ല. എന്നാൽ അച്ഛനെയും കൊച്ചമ്മയും വീട്ടിൽ വിളിക്കേണ്ടായി. അതിന് വീട്ടിൽ തിരുമേനി വന്നപ്പോഴാണ് കൂടുതലായിട്ട് അടുക്കാൻ സാധിച്ചതും പള്ളിയിൽ വരണം സ്ഥിരമായി എന്നെല്ലാം എന്നോട് പറയുകയും പിന്നത്തെ ആഴ്ച തന്നെ ഞാനിവിടെ പള്ളിയിൽ വന്നപ്പോൾ നമ്മുടെ ഡേവിഡിനോട് കമ്മിറ്റി മെമ്പർ അച്ഛൻ ഇങ്ങനെ എന്നെ പാഠം വായിക്കാനൊക്കെ ഉപയോഗിക്കണമെന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പള്ളിയുമായി കൂടുതൽ അടുക്കാനും
പിന്നീട് ഗ്ലാഡ്സൺ നേരത്തെ തന്നെ എന്നോട് പറയാറുണ്ട് പള്ളീനെ സഹായിക്കണമെന്ന്. അപ്പോൾ അച്ഛൻ നമ്മുടെ തിരുമേനിയുടെ ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്നെ തിരുമേനി വിളിച്ചിട്ട് പറഞ്ഞ് ഒരു ബുക്ക് നമുക്ക് ചെറിയ കൊച്ചി ഇത് നമ്മുടെ പള്ളിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും ഇറക്കണം. അതിൻ്റെ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഇതിൻ്റെ ഓഫീസ് ചുമതലയിലേക്ക് വരുന്നതും കഴിഞ്ഞ 2 മാസമായി ജൂൺ 2 മുതൽ തിരുമേനിയുമായി ഏറ്റവും അടുത്ത് നമ്മുടെ സഭയുടെ മറ്റ് സ്ഥാപനങ്ങളുടെയും എല്ലാം ഓഫീസ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഇടയായത്. എന്നാൽ ഈ 2 മാസങ്ങളെന്ന് പറയുന്നത് തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തിരക്കുള്ള സമയം കൂടിയായിരുന്നു. ഈ ബിഷപ്പിൻ്റെ 4 പേരുടെ പാനൽ വരികയും അത്തരം കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട യാത്രകൾ, ആലുവയിൽ പോകലും മറ്റ് നമ്മുടെ പള്ളികളിൽ പോകലുമെല്ലാം. എന്നാൽ അതെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ കൃത്യമായി എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നമ്മുടെ പള്ളിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് വാട്സപ്പിൽ എത്ര രാത്രിയാണെങ്കിലും ഞാൻ ഉറങ്ങിപ്പോവെങ്കിലും തിരുമേനിയുടെ മെസ്സേജ് ഉണ്ടാവും. എന്തെങ്കിലും ഒരു കാര്യം പെൻഡിങ് ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്നൊക്കെയുള്ള. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ അനുഭവം ഉണ്ട്. നമുക്കറിയാം നമ്മുടെ തിരുമേനി കൊച്ചി മഹായിടവകേന പുതിയൊരു തലത്തിലേക്ക് നയിക്കാൻ കൂടി പ്രാർത്ഥനയാണ്. മലയാള മനോരമ ആ തിരുമേനിയുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തേക്കുന്നത് ശ്രദ്ധിച്ചിട്ടുള്ളവർക്കതറിയാൻ പറ്റും. പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ ശബ്ദമാവും. അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. പാർശ്വവൽക്കരിക്കപ്പെട്ട ക്രിസ്ത്യാനികളുടെ ശബ്ദമാവും എന്നല്ല പറഞ്ഞേക്കുന്നത്, മനുഷ്യരുടെ. ഇപ്പോൾ മനുഷ്യന് പ്രസക്തിയില്ലാത്തൊരു കാലത്താണ്, മനുഷ്യൻ്റെ ശബ്ദത്തിന് പ്രസക്തിയില്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതേപോലെ തന്നെ എറണാകുളത്തെ അനുമോദന യോഗത്തിൽ തിരുമേനി പറഞ്ഞ വാക്ക്, അതും മനോരമ വലിയ പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുണ്ട്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം നടത്തുന്നവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള നീതിക്ക്. ആ 2 കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇനി തിരുമേനിക്ക് മറ്റൊരു സെൻഡ് ഓഫ് യോഗം നമുക്ക് അച്ഛനെന്ന രീതിയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് കമ്മിറ്റിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എല്ലാ പ്രാർത്ഥനാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. Thank you, Uncle. Thank you, sir, for joining us. Now, Mrs. Drusilla Joseph, senior member of our church, would like to present a gift to Kochama. Thank you, Auntie. Next, I invite St. Francis Church School in charge, Mrs. Rehana, to speak a few words. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഞങ്ങളുടെ ബഹുമാന്യായ അച്ഛൻ റെവറൻഡ് ഫാദർ കുര്യൻ പീറ്റർ, വളരെയേറെ അഭിമാനത്തോടു കൂടിയാണ് നമ്മുടെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് LP സ്കൂളിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് 2.25 വർഷത്തെ പരിചയമാണ് അച്ഛനുമായിട്ടുള്ളത്. 2 വർഷം മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട ഷീനു അച്ഛൻ മാനേജർ സ്ഥാനത്ത് നിന്നും പോയി, മറ്റൊരച്ഛൻ ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നു എന്നൊരു വാർത്ത ഒത്തിരി അതിശയവും ആശങ്കയൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ അന്ന് മുതൽ ഇന്നോളം
ഞങ്ങളെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ കണ്ടുകൊണ്ട് ഞങ്ങളുടെ സ്കൂളിന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന അച്ഛനെയാണ് ഞങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടുള്ളത്. ഈ ഒരു അധ്യയന വർഷം ഞങ്ങൾ സെൻറ്റ് ഫ്രാൻസിസ് സ്കൂൾ അധ്യാപകരെ സംബന്ധിച്ച് വളരെയേറെ ആശങ്കയും പ്രതിസന്ധിയും നിറഞ്ഞ ഒരു വർഷമായിരുന്നു. കാര്യം നമ്മുടെ സ്കൂളിലൊരു പ്രധാന അധ്യാപികയുടെ ചാർജിലേക്ക് ആരും ഇതുവരെ നിയമിക്കപ്പെട്ടിട്ടില്ല. ആ സമയത്താണെങ്കിൽ ഈ വർഷം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സ്കൂൾ സുരക്ഷ അങ്ങനെയൊക്കെ ഒത്തിരി പ്രോബ്ലംസും ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഓർഡറുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയായിരുന്നു. ഞങ്ങൾ ഡെയിലി വേജ് അധ്യാപകർ മാത്രമാണ് അവിടെ ഉള്ളത്. എന്നിരുന്നാൽ കൂടി നമ്മൾ അച്ഛനെ വിളിച്ച് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എത്രയും വേഗത്തിൽ ചെയ്തു തരാൻ പറ്റുമോ അത്രയും വേഗത്തിൽ ഞങ്ങളോടൊപ്പം വന്ന് നമ്മുടെ സ്കൂളിൻ്റെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് അതിനച്ഛനോടൊപ്പം നിന്ന് നമ്മുടെ ഒരു ടീം തന്നെയുണ്ട്. ബാബു സാറ്, ഗ്ലാഡ്സൺ സാറ്, അങ്ങനെ ഒത്തിരി പേരുടെ സുമനസ് അവരുടെയൊക്കെ പ്രവർത്തനത്തോടെ നമ്മുടെ സ്കൂളിനെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് അച്ഛൻ വളരെയേറെ പ്രയത്നിച്ചിട്ടുണ്ട്. ഞങ്ങൾ അധ്യാപകരെ സംബന്ധിച്ച് ഇങ്ങനെയൊരു ലോക്കൽ മാനേജറായിട്ട് ഒത്തിരി പേര് വന്നിട്ടുണ്ടെങ്കിലും ഇത്രയധികം ഞങ്ങളുടെ സ്കൂളിൽ വന്നാൽ നമ്മുടെ കുക്കിനോട് കൂടി അച്ഛൻ കൈപിടിച്ച് സംസാരിച്ച് വിശേഷങ്ങൾ അന്വേഷിച്ചിട്ടേ അച്ഛൻ പോകാറുള്ളൂ. ഞങ്ങളോടൊപ്പം വന്ന് ചുറ്റി നടന്ന് എല്ലാ കാര്യങ്ങളും സ്കൂളിൻ്റെ മുക്കും മൂലയും പരിശോധിച്ച് എന്തൊക്കെയോ വേണോ അതൊക്കെ ഇന്നേ വരെ ചെയ്തു തരാനായിട്ട് അച്ഛൻ മനസ്സ് കാണിച്ചു. അപ്പോൾ ഞങ്ങളുടെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് LP സ്കൂൾ ഫാമിലിയുടെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും പ്രാർത്ഥനകളും ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഞങ്ങൾ അച്ഛനെ മിസ് ചെയ്യും, തീർച്ചയായിട്ടും ഞങ്ങളുടെ സ്കൂൾ മിസ് ചെയ്യും. അപ്പോൾ ഈ അവസരത്തിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലുള്ള കടപ്പാടും നന്ദിയും സ്നേഹവും ആശംസകളും അറിയിക്കട്ടെ. ഞങ്ങളുടെ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ചെറിയൊരു ഉപഹാരം സ്വീകരിക്കാനായിട്ട് അച്ഛനെ ഞാൻ ക്ഷണിക്കുന്നു. എൻ്റെ സഹപ്രവർത്തക ഫൗസിയ ടീച്ചർ, ഞങ്ങളുടെ സ്കൂളിലെ മുൻ പ്രധാന അധ്യാപിക മെർലി ടീച്ചർ, ബേബി ടീച്ചർ, ബീന ടീച്ചർ ഉണ്ടെങ്കിൽ എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ക്ഷണിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് നമ്മുടെ സ്നേഹം അറിയിക്കാം. Thank you, ma'am. Would anybody from the audience like to speak a few words about Achan? അച്ഛനെ പറ്റി 2 വാക്ക് സംസാരിക്കാൻ ഇപ്പോൾ ഒരു അവസരമുണ്ട്. Is anybody interested to speak? All right. Now I call Reverend Dr. Malhya Joshua Achan, who would like to share his thoughts. മിക്കവരും വിശന്നിരിക്കുകയാണ്. എന്നാൽ ചില വിശപ്പുകൾക്ക് ഭക്ഷണം കൊണ്ട് ശമനം കിട്ടുകയില്ല. ചില ദാഹങ്ങൾക്ക് പാനീയങ്ങൾ കൊണ്ട് ശമനവും ഉണ്ടാകില്ല. അനുഭവത്തിലറിയാം. കഴിഞ്ഞ ഏകദേശം 3 ദശാബ്ദങ്ങളായി ദക്ഷിണേന്ത്യ സഭയെ ഗ്രസിച്ചിരിക്കുന്ന ഇറോഷൻ ഓഫ് വാല്യൂസ്, മൂല്യച്യുതി, അതുമായിട്ട് കൂടുതൽ അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് കൂടുതൽ ഇടപഴകിയിട്ടുള്ള പലർക്കും അറിയാം. നേരിട്ട് പല സന്ദർഭങ്ങളിലും അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ആ സന്ദർഭങ്ങളിലൊന്നും ഒരു തരത്തിലുള്ള ഭക്ഷണമോ ഒരു തരത്തിലുള്ള പാനീയമോ ആത്മാവിനെ മനസ്സിനെ ശമിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നേരിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഈ അടുത്ത കാലത്ത് ചില കാലഘട്ടങ്ങൾ ദക്ഷിണേന്ത്യ സഭയുടെ തലപ്പത്ത് വന്നത് 2 നിയമപാലകരാണ്. അതിൽ നിന്നും മോചനം നേടി പണ്ടൊക്കെ ഞാനൊക്കെ കൊച്ചിലായിരുന്ന സമയത്ത് ഒരു ചിന്ത മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സഭയെപ്പറ്റി ആരെങ്കിലും അരുതാത്തത് പറഞ്ഞാൽ അതിനെതിരെ കോടതിയിൽ പോയാൽ അത് പാപമാണ്. 1 നയാ പൈസ സഭയുടെ വകയായിട്ടുള്ളത് സ്വന്തമായിട്ട് എടുത്തു കഴിഞ്ഞാൽ പാപമാണ് എന്ന് ചിന്തിച്ചിട്ടുള്ള ഞങ്ങളെപ്പൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ കഴിഞ്ഞ ഏകദേശം 3 ദശാബ്ദങ്ങൾ വളരെ മ്ലേച്ഛകരമായിട്ടുള്ള രീതിയിൽ ആ വാക്ക് ഞാൻ ഡെലിബറേറ്റ്ലി യൂസ് ദാറ്റ്. ആ അനുഭവത്തിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ നമ്മിൽ അനേകം പേർ പ്രാർത്ഥിച്ചു ഇതിൽ നിന്നൊരു മോചനം ലഭിക്കണം.
ഗ്രാജ്വലി ദാറ്റ് ഈസ് ഹാപ്പനിങ്. നമ്മുടേതായിട്ടുള്ള ഒരു മോഡറേറ്റർ വന്നു. പല ബിഷപ്സ്, 5-6 ബിഷപ്സിനെയൊക്കെ വാഴിച്ചു കഴിഞ്ഞു. അവസാനത്തിന് തൊട്ട് മുമ്പാണ് നമ്മുടെ ഡയോസിസിലെ ബിഷപ്പ് അഭിഷിക്തനായിരിക്കുന്നത്. കുര്യൻ പീറ്റർ എന്ന വ്യക്തി ഞാൻ അറിയുന്നത് 1978 മുതിർന്നവർക്കറിയാം, ഇമ്മാനുവൽ ചേർച്ച് അന്നത്തെ കാലഘട്ടത്തിൽ ജോർജ് ഐസക് ബിഷപ്പ് ആകുന്നതിന് മുമ്പ് അച്ഛനായി അവിടെ ഇരിക്കുന്ന സമയത്ത് VBS ഡയറക്ടറായിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. 12 ദിവസം അവിടെ താമസിച്ചു. 10 ദിവസം സോളിഡ് ലെസൺസ്, 10 ലെസൺസ്. ആദ്യത്തേത് ഓപ്പണിംഗ് ഡേ, അവസാനത്തേത് കൺക്ലൂഡിംഗ് ഡേ, 12 ദിവസം. ആ സമയത്ത് അവിടെ താമസിക്കുമ്പോൾ ഒരുപാട് ആളുകളുമായി, കുട്ടികളുമായും അധ്യാപകരുമായും ഒക്കെ നല്ലവണ്ണം ഇടപെടും. അതിൽ പലരെയൊക്കെ മറന്നുപോകും പല കാരണങ്ങളാൽ. അന്നൊരു കൊച്ചു കുട്ടിയായിരുന്ന കുര്യൻ പീറ്റർ എന്ന വ്യക്തിയെ, പക്ഷെ അതിനേക്കാളും കൂടുതലായി ആ വെള്ളം കൊണ്ടൊന്നും എൻ്റെ ദാഹം അങ്ങ് തീരില്ല. അതിനേക്കാളും വ്യക്തിപരമായിട്ട് അറിഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, പീറ്റർസൺ, ഇവരുടെയൊക്കെ പിതാവ്. നല്ല പൊക്കമുണ്ട്. പള്ളിയിൽ എന്ത് കാര്യമുണ്ടെങ്കിലും അവിടെ കാണും. പിന്നെ മക്കൾ, അദ്ദേഹം വളരെ കൊച്ചായിപ്പോയി, അന്ന് കൊച്ചായിരുന്നു. മുതിർന്നവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇന്ന് രാവിലെയും കണ്ടു. അതിൻ്റെ ആണുങ്ങളൊന്നും അങ്ങനെ കണ്ടില്ല. സഹോദരിമാരുണ്ട്, പിന്നെ സഹോദരനെ കണ്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ നല്ല സംവാദം. അവരെല്ലാം ക്വയറിൽ ആളുകൾ. ഇദ്ദേഹം ക്വയറിലൊന്നും പോകാനായിട്ടില്ല, കുഞ്ഞാണ്. പക്ഷെ അതിന് ശേഷം അതൊക്കെ ഇങ്ങനെ മനസ്സിൽ തിളങ്ങി നിൽക്കുന്നതാണ്. ആ ഓർമ്മകൾ ഈ അടുത്ത കാലത്ത് 2 മാസത്തിന് മുമ്പേ എൻ്റെ ടെലിഫോണിൽ രാത്രി 10 മണിക്കെങ്ങാണ്ടാണ് ഞങ്ങൾ വർത്തമാനം പറഞ്ഞപ്പോൾ അച്ഛൻ അന്ന് അക്കോർഡിയൻ വായിച്ച് പാടിയ ഒരു പാട്ട് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ എന്തൊക്കെ പഠിപ്പിച്ചത് എനിക്ക്. ആർത്തിരയ്ക്കും തിരമാലകളാലും ആർദ്രമ്പും കൊടുങ്കാറ്റിനാലും എൻ്റെ വിശ്വാസ വഞ്ചി ആടിയുലയുമ്പോൾ. നമുക്കൊന്ന് ചേർന്ന് പാടിയാലോ? ആർത്തിരയ്ക്കും തിരമാലകളാലും ആർത്തിരമ്പും കൊടുങ്കാറ്റിനാലും എൻ വിശ്വാസവഞ്ചി ആടിയുലയുമ്പോൾ ലോകമം ഗംഭീരവാരിധിയിൽ എൻ വിശ്വാസവഞ്ചി ആടിയുലയുമ്പോൾ ലോകമം ഗംഭീരവാരിധിയിൽ ഹല്ലേലൂയ എന്നമരക്കാരനാം യേശു എന്നെ കൈവിടില്ല ഉപേക്ഷിക്കയുമില്ല. സിയോൻ തീരത്തെത്തിക്കും. എന്നെ കൈവിടില്ല ഉപേക്ഷിക്കയുമില്ല. സ്വർഗ സിയോൻ തീരത്തെത്തിക്കും. ഓർമ്മകൾ അങ്ങനെ വരികയാണ്. ഗോത്രപിതാവായിരുന്ന യാക്കോബ്, അദ്ദേഹം ഹി ബിക്കം എ പ്രറ്റി അഡ്വാൻസ്ഡ് ഇൻ ഏജ്. വളരെ പ്രായമായി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഒരു അറിയിപ്പ് കിട്ടി. അങ്ങയുടെ ഇളയ മകനുണ്ടല്ലോ ജോസഫ്, അദ്ദേഹം ഈജിപ്തിൽ അധിപനാണ്, ഭരണാധികാരിയാണ്, രാജാവിന് സമനായി അങ്ങനെ നിൽക്കുകയാണ്, കാണാൻ പോകാം. അതിനെപ്പറ്റി പറയുമ്പോൾ അതിനടുത്ത് പറയുന്നുണ്ട്, അദ്ദേഹം ഉത്സാഹഭരിതനായി ചിറക് വിടർത്തും പോലെ ഞാൻ എൻ്റെ മകനെ കാണും, ഓടുമെന്ന് പറഞ്ഞ് പുതുജീവൻ പ്രാപിച്ച് ഓടിയതായിട്ട്, മകനെ കണ്ടതായിട്ട്. While I stand here, I feel like him. അങ്ങനത്തെ ഒരു വികാരമാണ് എനിക്കുണ്ടാകുന്നത്. ഒരു പിതാവിൻ്റെ മകൻ ഏറ്റവും നല്ല ഒരു സ്ഥാനം ലഭിച്ചു കഴിയുമ്പോൾ, ദൈവം അധികാരം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഫെദർ ലൈക്ക് എക്സ്പീരിയൻസ്. ഈ അടുത്ത കാലത്തൊക്കെ ഈ വാട്സാപ്പിലും മറ്റൊക്കെ മെസ്സേജ് വരും. പോലീസുകാരനായ അപ്പൻ റിട്ടയർ ചെയ്യുന്ന സമയത്ത് മകൻ IPS ഓഫീസറായിട്ട് അതേ സെക്ഷനിൽ വരുമ്പോൾ സല്യൂട്ട് അടിക്കുന്നത്.
അത്തരത്തിലൊരു നല്ലൊരു സല്യൂട്ട് കൊടുക്കാൻ എനിക്ക് തോന്നുകയാണ്. പക്ഷേ ഞങ്ങളുടെ ഈ യൂണിഫോം ഒന്നും സമ്മതിക്കുന്നില്ല. അല്ലെങ്കിൽ അപ്പൻ, സാധാരണ ഒരു ജോലി ചെയ്യുന്ന ഒരപ്പൻ തൻ്റെ മകൾ IAS ഓഫീസറായിട്ട് കളക്ടറായിട്ട് വരുമ്പോൾ ചെന്ന് സ്നേഹവും വിനയവും മറ്റുമൊക്കെ കാണിക്കുന്നത്, ആ ഒരു ഫീലിംഗ് തോന്നുന്നു. പല സന്ദർഭങ്ങളിലും ഇന്ന് രാവിലെ വിളിച്ച് പറഞ്ഞു, അച്ഛനെ അക്കോർഡിയൻ കൂടെ കൊണ്ടുവരുമോ ഒരു പാട്ട് പാടാനായിട്ടെന്ന്. ഞാൻ പറഞ്ഞു, അക്കോർഡിയൻ ഇപ്പം എൻ്റെ കയ്യിലില്ല, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ആകാമെന്ന്. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, ഓരോ പാട്ട് നമുക്ക് പാടിയാലും നോ ടൈം, പിന്നെ ആകട്ടെ. അങ്ങനെ ദൈവം അത്ഭുതകരമായി വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയ ദൈവ പൈതൽ ഒരു ദിവസം കൊച്ചി ഡയസിസിനെ മാത്രമല്ല, ദ ഹോൾ സിനഡിനെ നയിക്കുവാനുള്ള മോഡറേറ്ററായി തീരുമെന്നെൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു വലിയ ആഗ്രഹം. ദൈവം ഏത് തരത്തിലത് നടത്തുമെന്നുള്ളതൊന്നുമില്ല. കാരണം അത്തരത്തിലുള്ള ഉന്നതമായ അത് പദവി ആയിട്ടല്ല, രാജകീയ പദവിയെന്നല്ല. ശുദ്ധീകരണം നടത്തുന്നതിന് ദൈവസന്നിധിയിൽ വിശുദ്ധീകരിക്കപ്പെട്ട വ്യക്തികൾ വന്നേ തീരൂ. ദൈവം വഴി നടത്തും എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇനി മറ്റൊന്നുകൂടെ ഉള്ളത് സ്മിത കൊച്ചമ്മ. സ്മിത ഞങ്ങൾക്ക് മകളെപ്പോലെയാണ്. അതിന് കാരണമുണ്ട്. 2 ദശാബ്ദങ്ങൾക്ക് മുൻപ് അമ്മയും മകളും, അമ്മ അവിടെ ഇരിപ്പുണ്ട്, അമ്മയും മകളും കൂടെ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ചില നിരീക്ഷണങ്ങൾക്കും ചില ചികിത്സകൾക്കുമായിട്ട് വന്നു. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വാർഡ്, ഞാനന്ന് അവിടുത്തെ ചാപ്ലൈനാണ്, 17 വർഷം ഞാനവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീടിന് തൊട്ടടുത്താണ് മധ്യകേരള ഡയോസിസിലെ മരണപ്പെട്ടു പോയ ഈപ്പൻ ജോണച്ചൻ താമസിക്കുന്നു. അവരോടൊപ്പം അവിടെ ഒരു ചെറിയ സെക്ഷനിൽ അമ്മയും മകളും കൂടെ താമസിച്ച് വെല്ലൂർ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിനൊക്കെ വന്നതാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റിന് ചെല്ലുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ചാപ്ലൈൻ ഞാനാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവരുടെ ലോകത്ത് എവിടെ നടക്കുന്ന പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും സയൻറ്റിഫിക് എല്ലാ കാര്യങ്ങളുമൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെക്ഷനാണ്. ഇടയ്ക്കിടയ്ക്ക് അവർ പറയും, ഡോക്ടർ സൂസൻ ഉണ്ട്, ഡോക്ടർ ജിജി ചാണ്ടിയുണ്ട്, ഇവരൊക്കെയാണ് നടത്തിക്കൊണ്ടുള്ളത്. അവർ ഇന്ന് ഞങ്ങളൊരു പരീക്ഷണം നടത്താൻ പോവുകയാണ്, അപ്പോൾ അച്ഛൻ നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കണം. എല്ലാ തരത്തിലുള്ള നിരീക്ഷണങ്ങളും എല്ലാ തരത്തിലുള്ള സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻസും അതിനോടൊപ്പം പ്രാർത്ഥനയുടെ ശക്തിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റൽ, അതാണ് അതിൻ്റെ സവിശേഷത. ഇവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതകരമായി അവർക്കൊരു കുഞ്ഞിനെ നൽകി. അതിനുശേഷം മകനെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല, മകനെ കാണുന്നത് പിന്നീടാണ്. അന്ന് അമ്മയും മകളും മാത്രം അവിടെ താമസിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ പ്രിയ പിതാവ് എല്ലാവരും പറഞ്ഞു, ഞാൻ ആ കാലഘട്ടങ്ങളിൽ അധികം കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ മനസ്സിലാക്കി, പ്രാർത്ഥിക്കുന്ന, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി, മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തി, അതിന് നിശ്ചയമായിട്ടും പ്രതിഫലം കിട്ടും എന്നുള്ള ഉറപ്പോടുകൂടെ ഒരുപാട് പ്രാർത്ഥന കൂട്ടായ്മകളിലൊക്കെ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി. ക്ഷീണിതനാണ്, പക്ഷേ ആത്മാവ് ഡെഫിനറ്റ്ലി ഹി ഈസ് എ ഫെദർ ലൈക്ക് പേഴ്സൺ നൗ. സന്തോഷം കാണുന്നത് നാം കഴിക്കുന്ന ഭക്ഷണത്തിനും നാം കുടിക്കുന്ന പാനീയങ്ങൾക്കും തരാത്ത എല്ലാ തരത്തിലുള്ള ആരോഗ്യ ഊർജ്ജസ്വലതയൊക്കെ ഇത്തരത്തിലാണ് നമുക്ക് കിട്ടുന്നത്. ബിഷപ്പ് കൊച്ചമ്മ എന്നല്ല ഞാൻ വിളിക്കാനായിരിക്കും, ബിഷപ്പ് അമ്മ. ഞങ്ങൾ സ്മിത എന്ന് ഞങ്ങൾ പേര് പറയും, പക്ഷേ ബിഷപ്പ് അമ്മയാണ്. കൊച്ചമ്മമാർ ധാരാളം കാണും, പക്ഷേ ബിഷപ്പ് അമ്മ, ദാറ്റ്സ് എ ഗ്രേറ്റ് ഓണർ. ബിഷപ്പിന് ഒരുപാട് പ്രഷേഴ്സ് കാണും. ഇടയ്ക്ക് പറഞ്ഞുകൊള്ളട്ടെ, ഒരു കാര്യം ഓർത്തോണം, അന്ന് അഭിഷിക്തനായ ശേഷം ഒരു ഷോർട്ട് മെസ്സേജ് തന്നു, തിരുമേനി എന്ന് പറഞ്ഞ് ഓരോരുത്തരൊക്കെ വിളിച്ചുകൊണ്ട് വരും എന്നൊക്കെ പറഞ്ഞ്. ഞാൻ ഓർക്കുകയായിരുന്നു, കർത്താവ് പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവരുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നത്രേ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു ഭാഗമുണ്ട്. തിരുമേനി എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്ന ഏവനുമല്ല, ഏവളുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഹിതം ചെയ്യണം. സഭയുടെ ചട്ടവട്ടങ്ങൾ പാലിച്ചുകൊണ്ട് സഭയ്ക്ക് നേതൃത്വം കൊടുക്കുകയും അങ്ങനെ ചെയ്യണം. then only I'll be happy with you എന്ന് മനസ്സ് പറയും, ഏത് തരത്തിലുള്ള വാക്കുകൾ പ്രയോഗിച്ചാലും. ആ ഒരു വ്യക്തി പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ വരുമ്പോൾ, പലതരത്തിലുള്ള ടെൻഷൻ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ
കൂടെ നിന്ന് സപ്പോർട്ടീവായി പ്രാർത്ഥന